നമസ്കാരം. മാന്യപ്രേക്ഷകർക്ക് ബ്രൈറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. പറവൂർ ചിറ്റാറ്റുകര ഗ്രാമപഞ്ചായത്തും പറവൂർ താലൂക്ക് വ്യവസായ ഓഫീസും സംയുക്തമായി ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ വ്യവസായ സംരംഭകരുടെ കൂട്ടായ്മ സംരംഭക സഭ 2025 ജനുവരി 7 സഹകരണ സംഘം നമ്പർ 31 ബാങ്ക് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. എന്റെ സംരംഭം നാടിന്റെ അഭിമാനം എന്ന ഈ പരിപാടിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ശാന്തിനി ഗോപകുമാർ നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. കേരള സർക്കാർ വ്യവസായ വാണിജ്യ വകുപ്പ്, പറവൂർ താലൂക്ക് വ്യവസായ ഓഫീസും ചിറ്റാറ്റുകര ഗ്രാമപഞ്ചായത്തും സംയുക്തമായി സംരംഭക സഭ എന്റെ സംരംഭം നാടിന്റെ അഭിമാനം എന്ന കൂട്ടായ്മ സഹകരണ സംഘം നമ്പർ 31 ഓഡിറ്റോറിയത്തിൽ 2025 ജനുവരി 7 ചിറ്റാറ്റുകര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PP അരൂഷ് അധ്യക്ഷനായ വേദിയിൽ ചിറ്റാറ്റുകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ശാന്തിനി ഗോപകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രസ്തുത വേദിയിൽ ചിറ്റാറ്റുകര പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ താജുദ്ദീൻ, പറവൂർ ബ്ലോക്ക് വ്യവസായ വികസന ഓഫീസർ ശ്രീ ആഷ്വൽ ജെയിംസ്, എന്റർപ്രൈസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ് ശ്രീമതി രേഹിമോൾ, പഞ്ചായത്ത് വാർഡ് മെമ്പേഴ്സ് സമീറ ഉണ്ണികൃഷ്ണൻ, പഞ്ചായത്ത് പരിധിയിലെ വിവിധ ബാങ്കുകൾ, മറ്റു വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സന്നിഹിതരായി. വേദിയിലിരിക്കുന്ന ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ, വിവിധ ബാങ്കിന്റെ മാനേജർമാർ, പ്രിയപ്പെട്ട വ്യവസായ സംരംഭകരെ, നിങ്ങളിവിടെ തുറന്ന് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വേദി കൂടി എന്നത് മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികതയുടെ പേരിൽ ഉദ്ഘാടനം ചെയ്തത് അറിയിക്കുന്നു. ഇന്നേ ദിനം ഈ പരിപാടികൾ സംബന്ധിക്കുക വഴി നിങ്ങളുടെ സംരംഭങ്ങളുടെ ഒരു കൂട്ടായ്മ രൂപീകരിക്കുക, നിങ്ങളുടെ സംരംഭങ്ങളുടെ ആവാസ വ്യവസ്ഥ മെച്ചപ്പെടുത്തുക എന്നതാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളായി വരുന്നത്. കൂടാതെ സംരംഭകർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളും അവർക്ക് പരിഹാരം എന്ന വണ്ണം എല്ലാ ഡിപ്പാർട്ട്മെന്റിലെയും ഓഫീഷ്യൽസിനെയും നാം ഈ പരിപാടിയെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഏതൊരു രാജ്യത്തിന്റെയും കെട്ടുറപ്പ് സംരംഭത്തിലൂടെയാണ്, അല്ലെങ്കിൽ കൊച്ചു കൊച്ചു ബിസിനസ്സിലൂടെയാണ് എന്ന് ലോകം തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് കഴിഞ്ഞ കാലങ്ങളിൽ കേരള ഗവൺമെന്റ് മുൻകൈയെടുത്തുകൊണ്ട് ഗ്രാമാന്തരങ്ങളിലേക്ക് സംരംഭം തുടങ്ങുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇതുപോലെയുള്ള സംരംഭ സഭകൾ കൊള്ളുവാനും അതിന് നേതൃത്വം കൊടുക്കുവാനും സംരംഭകരെ എത്തിച്ചേർക്കുവാനും അവർക്ക് അവരുടേതായ സംശയങ്ങൾ തീർക്കുവാനും അവർക്ക് അവരുടേതായ പറ്റുന്ന രീതിയിൽ വ്യവസായ രംഗത്തേക്ക് എത്തുവാനുള്ള മാർഗങ്ങൾ കാട്ടിക്കൊടുത്തുകൊണ്ടാണ് പോകുന്നത്. വിവിധ സർക്കാർ പ്രതിനിധികൾ സംരംഭകരോട് സംവാദിക്കുകയും വിവിധ ബാങ്ക് പ്രതിനിധികളടക്കം സംരംഭകർക്കായി ലോൺ, ലൈസൻസ്, സബ്സിഡി, ഇൻഷുറൻസ് തുടങ്ങിയവ സംഘടിപ്പിച്ചതിന് ശേഷം സംരംഭകരിൽ നിന്ന് നിർദ്ദേശങ്ങളും ശേഖരിച്ചു. വിവിധ മേഖലയിലെ 100-ൽ പരം സംരംഭകർ പങ്കെടുത്ത സദസ്സിൽ വിവിധ സബ്സിഡി പദ്ധതികളിലൂടെ സംരംഭം തുടങ്ങിയവരെയും ആദരിച്ചു. ന്യൂസ് ഡെസ്ക്, ബ്രൈറ്റ് ന്യൂസ്. This news brought you by Renovation World.